ലൈലത്തുൽ ഖദർ എങ്ങനെ ഉണ്ടായത്? ഒരുപാട് സംഭവങ്ങൾ അയിമ്മത്തും മുജ്തഹിദീങ്ങളും ഉലമാക്കളും അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. സയ്യിദ് അബുൽ ഹസനാത്ത് അബ്ദുല്ലാ ഷാ നഖ്ശബന്ദി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഹനഫി മദ്ഹബിലെ മഹാനായ പണ്ഡിതനായിരുന്നു. അബുൽ ഹസനാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഒരു കിതാബിൽ പറയുകയാണ്, ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിനോട് കേണു പറഞ്ഞു, എന്റെ മുമ്പുണ്ടായിരുന്ന ഉമ്മത്തീങ്ങൾക്ക് റബ്ബേ നീ കൂടുതൽ ആയുസ് കൊടുത്തിരുന്നു, ഓരോരുത്തർക്കും കൂടുതൽ വയസ്സ് പ്രായം ജീവിക്കാൻ കഴിഞ്ഞിരുന്നു. എന്റെ ഉമ്മത്തിന് പ്രായം കുറവാണ്, അതുകൊണ്ട് എന്റെ ഉമ്മത്തിന് നീ എന്തെങ്കിലും പകരം കൊടുക്കണമേ എന്ന് റസൂല് തേടിയ ദുആക്ക് ഉത്തരമാണ് 1000 മാസങ്ങളുടെ ദുആയും 1000 മാസങ്ങളുടെ ഇബാദത്തും ഒറ്റ രാവിൽ അനുഗ്രഹമായി നൽകുന്ന പരിശുദ്ധമായ ലൈലത്തുൽ ഖദർ എന്ന് സയ്യിദ് അബ്ദുല്ലാ ഷാ നഖ്ശബന്ദി മുജദ്ദിദി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ആ മഹാനായ പണ്ഡിത ശ്രേഷ്ഠൻ തന്റെ ഒരു ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ തേട്ടം. ആ തേട്ടം കൊണ്ടാണ് ഇത് വന്നിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ഈ രാവ് അങ്ങനെ സംഭവിച്ചതാണ്.